ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളെ ചാകേണ്ട സമയത്ത് ചത്ത പോരെ മുത്തശ്ശി? അതിനു മുന്നേ ആവശ്യമില്ലാതെ ആരെങ്കിലൊക്കെ മൊബൈലിൽ വിളിച്ച് കോലനെ നേരത്തെ കൊണ്ട് വിളിച്ചു വരുത്തണോ? അല്ല, മോള് പേടിച്ചു പോയോ? മോളെ, ഇത് പണ്ട് ഞാനും നിരഞ്ജനും കൂടി ഓർഫനേജിലെ വാർഷികത്തിന് കളിച്ചൊരു നാടകത്തിലെ ഡയലോഗുകളാ. ഒരു സംശയരോഗിയുടെ റോളായിരുന്നു എനിക്ക്. അതില് ബെസ്റ്റ് ആക്ടർ ഞാനായിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ലിസി ജോസിനെ അങ്ങ് മാറ്റിയേക്ക്. കുറുപ്പിനെ അങ്ങനെ മൂക്കി കയറ്റി കളയാമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇനി ആ സ്ഥാനത്ത് വേണ്ട. ഓക്കേ? ഞാൻ വിളിക്കാം പിന്നെ. ഓക്കെ. ഡ്രൈവർ, വണ്ടി തിരിച്ചിട്ടോ. വാ. കുറുപ്പിന്റെ കുടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇരുന്നാട്ടെ. അതെ, എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്ന അറിയോ? ക്ഷമിക്കണം, ഭീഷ്മാചാര്യരെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന്. കുറുപ്പ് സാർ കേസിനെ കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പ്രതീക്ഷയില്ല എന്ന് പറയേണ്ട ഗതികയിലായിരുന്നു ഞാൻ. കുറുപ്പ് സാറിന്റെ ഗ്രൂപ്പ് അറബിക്കടലിലാണെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗമായ ഞാനും ഒരു പരിധിവരെ അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ സംഭവിക്കാത്തത് കുറുപ്പ് സാറിന്റെ നല്ല സമയം. അതെ, ഈ സമയത്ത് വേണമെങ്കിൽ ഒരു ലോട്ടറി എടുത്ത് വെച്ചോളൂ. അതെ, ഉറപ്പായിട്ടും അടിച്ചിരിക്കും. ശുക്രൻ തലവണ്ട കയറിയിരിക്കാൻ സമയം. സാറിനിപ്പോ നല്ല സമയമാണെന്നൊരു സാമുജി പ്രവചിച്ചു. എന്നാ ആ സാമ്പുജിയെ കണ്ട് കുറച്ച് ദക്ഷിണ കൊടുത്തിട്ട് സാറ് മുഖ്യനാകുമോന്ന് ചോദിച്ചാലോ? ഒരുപാട് രാഷ്ട്രീയ കേസുകൾ നമ്മുടെ വക്കീല് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ആ കേസുകൾക്കൊന്നും ഉപയോഗിക്കാത്ത ഒരു വിസ്താര രീതിയാണ് ഈ കേസിൽ ഉപയോഗിച്ചത്. വാദിഭാഗം വക്കീലിന് പരമാവധി കത്തിക്കയറാനുള്ള അവസരങ്ങൾ വക്കീൽ തന്നെ തുറന്നു കൊടുത്തു. അതുകൊണ്ടാണ് കുറുപ്പ് സാറിന് പരാജയമെന്ന് തട്ടിമൊളിക്കാൻ മാധ്യമ സമൂഹത്തിന് ധൈര്യം ഉണ്ടായത്. ആ ധൈര്യം വാദിഭാഗം വക്കീലിനും ഉണ്ടായി. എല്ലാരും കൂടെ ഗൂഢാലോചന നടത്തി കരുണാകരനെ വീണ്ടും തട്ടും പുറത്ത് കയറ്റരുത്. കഴിഞ്ഞ ഇലക്ഷന് കുറെ ലക്ഷങ്ങൾ പൊടിഞ്ഞു. കാരണവന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് വിചാരിച്ച് വാരിക്കോരി കളഞ്ഞാലേ അവസാനം കിടന്ന് വെള്ളം കുടിക്കേണ്ടി വരും. അല്ല, രാംദാസിന് ആനന്ദവല്ലിയമ്മയെ അറിയോ? അറിയാം. പൊതുകാര്യ പ്രസക്തയും സകലകലാ വല്ലഭയുമായ ആനന്ദവല്ലി അമ്മയെ ആർക്കാ അറിയാത്തത്? നിങ്ങൾ ഏർപ്പാട് ചെയ്തിരുന്ന വക്കീൽ ഓരോ തവണ കേസിന്റെ പരാജയ വാർത്ത അറിയിക്കുമ്പോഴും ഞാൻ ഒട്ടും പേടിച്ചിരുന്നില്ല. വക്കീല് ലോ പോയിന്റ് മർമ്മം അറിയാവുന്ന ആളാണ്, വിജയം ഉറപ്പാണ് എന്ന് ഞാൻ ഇവനെ ആശ്വസിപ്പിക്കുമായിരുന്നു. എന്റെ ഭർത്താവ് അഴിമതി കേസിന് ജയിച്ചപ്പോ വലിയൊരു അപമാനത്തിൽ നിന്നാ ഞാനും എന്റെ കുടുംബവും രക്ഷപ്പെട്ടത്. എല്ലാവർക്കും നന്ദിയുണ്ട്.
ശ്രീധര, അഴിമതിയിൽ നിന്ന് തല ഉരിയപ്പോ ഇവന് പുതിയൊരു ഊർജ ഉണർവും ഒക്കെ വന്നു. നിങ്ങൾ പാർട്ടിക്കാരെല്ലാം കൂടെ പരിശ്രമിച്ച് അടുത്ത തവണ ഇവനെ നിയമസഭയിൽ എത്തിച്ചിരിക്കണം. നിയമസഭയിൽ എത്തിച്ചിരിക്കുമെന്ന് മാത്രമല്ല, ഒരു മന്ത്രിസ്ഥാനം തീർച്ചയായും നേടിക്കൊടുക്കും. ആഹാ. എന്റെ ഗുരുവായൂരപ്പാ, ഇതിലേതാണ് സത്യം, ഏതാണ് മിഥ്യ? പരീക്ഷിക്കാണോ ഭഗവാനെ? അയ്യോ, എന്റെ കുഞ്ഞു പാവമാണേ, അവളെ ഇങ്ങനൊരു അവസ്ഥയില്. അയ്യോ, എന്റെ ആപൽ ബാന്ധവ, കൈവിട്ട് കളയല്ലേ. ഞാനിപ്പോ എന്താ ചെയ്യുന്നേ? ചന്ദ്രികയോടും മാധവനോടും പറഞ്ഞില്ലെങ്കിലും വന്ദനമോളോടെങ്കിലും ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് വലിയ തെറ്റായി പോവല്ലോ. ഈശ്വര, ഈസിയാണല്ലോ. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. അയ്യോ, എന്താ മുത്തശ്ശി ഇതൊക്കെ? ഈ കുന്ത്രാണ്ടൊക്കെ വിളിച്ച് സമയം കളയാതെ മുത്തശ്ശി വാ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. നല്ല കാര്യഗൗരവമുള്ള കാര്യങ്ങളാ. ആ മുത്തശ്ശി, ഈ കുന്ത്രാണ്ടുണ്ടല്ലോ, ഇത് ആരോഗ്യത്തിനെ ഹാനികര. അങ്ങ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ ഒരു ഡോക്ടർ ഹെൻറി ഈ മൊബൈലിന്റെ ഉപയോഗമേ തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുമെന്നാ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രല്ല അൽഷിമേഴ്സ്, തളർവാദം, ക്യാൻസർ, ഇതിനൊക്കെ ഈ മൊബൈൽ ഉപയോഗം കാരണമാകുമെന്നാണ് പഠനം പറയുന്നത്. നമ്മളെ ചാകേണ്ട സമയത്ത് ചത്ത പോരെ മുത്തശ്ശി? അതിനു മുന്നേ ആവശ്യമില്ലാതെ ആരെങ്കിലൊക്കെ മൊബൈലിൽ വിളിച്ച് കോലനെ നേരത്തെ കൊണ്ട് വിളിച്ചു വരുത്തണോ? അതുകൊണ്ട് നമുക്ക് ഈ മൊബൈലിന്റെ ഉപയോഗമൊന്നും വേണ്ട മുത്തശ്ശി. അപ്പൊ മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ? മുത്തശ്ശി അങ്ങോട്ട് വന്നാലേ ഒരു കൊലപാതകി ഒരു കിളവിയെ കൊന്ന കഥ പറഞ്ഞുതരാം. നല്ല രസമായിരിക്കും. വാ മുത്തശ്ശി, വാനേ. മാനത്തെ കൊട്ടാരം